നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ചതയ നക്ഷത്രക്കാരുടെ വിഷുഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വളരെ അനുകൂലമായ നല്ല വർഷമായിരുന്നു. എന്നാൽ അടുത്ത വർഷം അത്രയ്ക്കൊരു അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് കാണുന്നത്. എന്നാൽ അതനുസരിച്ച് കുറച്ച് നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. അതായത് മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1-ാം തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നികരണവും ശുഭ്രനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിലെ ഇടവലഗ്നത്തിൽ ജലഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. അപ്പോൾ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനം എത്രയുണ്ടോ അത്രയും ചെലവ് വരാനും കൂടി ഈ വർഷത്തിൽ വിഷുഫലപ്രകാരം യോഗം കാണുന്നുണ്ട്. അപ്പോൾ ചെലവ് വർദ്ധിക്കും. വരുമാനത്തിനനുസരിച്ച് ചെലവ് വരുമ്പോൾ ചെലവും വരുമാനവും ഒരുപോലെ തന്നെ ആകുമ്പോൾ വരവും ചെലവും ഒരുപോലെ ആകുമ്പോൾ മിച്ചമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ശൂലഷഷ്ട ഫലങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ആദിശൂലമാണ്. ആദിശൂല ഫലം വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, അതായത് ഒരു രോഗം വന്നു അത് മാറിക്കഴിയുമ്പോൾ അടുത്ത രോഗം എന്ന് പറയുന്ന രീതിയിൽ രോഗങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള ക്ഷീണം കൂടുതലായിട്ട് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദ്രവ്യനാശത്തിന് യോഗമുള്ളൊരു വർഷമാണ്. അപ്പോൾ നമ്മൾക്ക് സാമ്പത്തികമായിരിക്കുന്ന നഷ്ടം, ഗോൾഡ്, സ്വർണം പോലെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാനുള്ള അവസ്ഥയുണ്ടാകുക. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് അത് അത്ര ഒരു ഈ വർഷം ഗുണഫലം എന്ന് പറയാനായിട്ട് സാധിക്കില്ലെങ്കിൽ പോലും അനുകൂലമായിട്ട് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി മീനൻ രാശിയിൽ രക്ഷാസ്ഥാനത്താണ്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ഓരോ കാര്യങ്ങൾ വളരെ ചിന്തിച്ച് കൃത്യതയോടുകൂടി ചെയ്താൽ അനുകൂലാവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ജലജലധന ഭോക്ത എന്ന് പറയുന്ന യോഗമുള്ള കാരണം വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാൻ ഇടവരും. അങ്ങനെ എടുത്തുകൊണ്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ കാൽക്കുലേഷനോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ജൂൺ മാസം കഴിയുമ്പോൾ 5-ാം ഭാവത്തിൽ നിന്നും 6-ലേക്ക് വ്യാഴം വരുമ്പോൾ ഷഷ്ടേ മഹാബലി ബന്ധനം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പം നല്ല ഉദ്ദേശത്തോടുകൂടിയുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ദോഷത്തിലേക്ക് മാറിയേക്കാം, അല്ലെങ്കിൽ അതിന് ഗുണം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ ശനിദോഷത്തിനും ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവാണ്, നാഗപൂജ ചെയ്യുക, ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. യോഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.